ഓം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. അധ്യാത്മ രാമായണം പാരായണത്തിൻ്റെ 5-ാം ദിനം. നമുക്കറിയാം, നമ്മൾ ബാലകാന്ഡം കഴിഞ്ഞു. ബാലകാന്ഡം കഴിഞ്ഞ് അയോധ്യാകാന്ഡത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അയോധ്യാകാന്ഡത്തിൽ അവിടെ മൊത്തമായിട്ട് പറയുന്നത് ഭരത ശത്രുഘ്നന്മാരും അതുപോലെ തന്നെ കേകയ രാജ്യത്തേക്ക് പോയിരിക്കുകയാണ്. ആ സമയത്താണ് നാരദ മഹർഷി ശ്രീരാമദേവനെ കാണാൻ വേണ്ടി വരുന്നത്. പിന്നെ നാരദ മഹർഷിയും ശ്രീരാമദേവനും തമ്മിലുള്ള സംവാദമാണ് അവിടെ. അത് കഴിഞ്ഞതിന് ശേഷം അഭിഷേകത്തിൻ്റെ ആരംഭം. ദശരഥ മഹാരാജാവ് വസിഷ്ഠ ഗുരുവുമായിട്ട് ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവിടെ നാട്ടിലൊക്കെ എല്ലാവരും അറിയുകയാണ്. അപ്പോൾ അതുവഴി വരുന്ന മന്ദര ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ട് കൈകേയിയുടെ അടുത്ത് പോയിട്ട് കൈകേയി ഈ അഭിഷേകം മുടക്കുകയാണ്. അങ്ങനെ ശ്രീരാമനും സീതയും ലക്ഷ്മണനും വനവാസത്തിന് പോവുകയാണ്. അവർ ചിത്രകൂടത്തിലെത്തി അവിടെ താമസിക്കുന്ന സമയത്താണ് ദശരഥ ചരമം ഉണ്ടാകുന്നതും അതുപോലെ തന്നെ കേകയത്തിൽ നിന്ന് തിരിച്ചെത്തിയ ഭരതൻ രാജ്യം സ്വീകരിക്കാൻ തയ്യാറാകാത്തതും ഏട്ടനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കാട്ടിലോട്ട് പോകുന്നതും ആ ഭരതന്റെ വനയാത്രയാണ്. പിന്നീട് അതിന് ശ്രീരാമദേവൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഭരതൻ ശ്രീരാമ പാദുകം വാങ്ങിയിട്ട് നന്ദിഗ്രാമത്തിൽ വെച്ചിട്ട് ഒരു മഹർഷിയെ പോലെ രാജ്യം ഭരിക്കുകയാണ്. അങ്ങനെ ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും ദണ്ഡകാരണ്യത്തിനോടത്ത് പ്രവേശിപ്പിക്കുകയാണ്. അവിടെ അത്രി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് എത്തുകയും അവിടെ അവരെ സൽക്കരിക്കുകയും അവിടെ സീതാദേവിക്ക് ദിവ്യാഭരണങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുന്നതാണ് ഈ അയോധ്യാകാന്ഡത്തിൽ അയോധ്യാകാന്ഡത്തിലുള്ളത്. അധ്യാത്മരാമായണത്തിന്റെ അയോധ്യാകാന്ഡത്തിൽ അത്രയും ഭാഗങ്ങളാണുള്ളത്. അപ്പോൾ നമ്മൾ 4-ാം ദിനത്തിൽ നാരദ രാഘവ സംവാദം കഴിഞ്ഞു. അതുപോലെ തന്നെ അഭിഷേകത്തിനുള്ള ആരംഭങ്ങളെ കുറിച്ചുള്ള ചർച്ചകളൊക്കെയാണ് അവിടെയുള്ളത്. ഇനി 5-ാമത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 5-ാമത്തെ ദിനത്തിൽ നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് അഭിഷേക വിഘ്നം, അതുപോലെ തന്നെ വിച്ഛിന്നാഭിഷേകം. ശരിക്കും നമുക്ക് നോക്കുന്ന സമയത്ത് 2 ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ 2 ഭാഗങ്ങളാണുള്ളതെങ്കിലും വായിക്കാൻ നോക്കുന്ന സമയത്ത് കുറച്ച് നല്ല കൂടുതൽ വരികളൊക്കെയുള്ള ഭാഗമാണ്. ഇവിടെ അഭിഷേക വിഘ്നം തുടങ്ങുന്നത് തന്നെ, കാരണം നമ്മൾ 4-ാമത്തെ ദിനം അവസാനിക്കുന്നത് തന്നെ കൗസല്യയുടെ ചില ചിന്തകളിൽ കൂടിയാണ്. ഇവിടെ അഭിഷേക വിഘ്നം തുടങ്ങുന്നതും ഇതേപോലെ തന്നെ കൗസല്യയുടെ ചിന്തകളോട് കൂടിയിട്ടാണ് അഭിഷേക വിഘ്നം തുടങ്ങുന്നത്. കൗസല്യ ഇവിടെ ഇങ്ങനെ പറയുകയാണ്, കാരണം സത്യസന്ധനായിട്ടുള്ള ദശരഥ മഹാരാജാവ് എൻ്റെ പുത്രനെ യുവരാജാവായിട്ട് വാഴിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അതെന്താണ് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇത് കൈകേയിക്ക് എങ്ങനെയായിരിക്കും ഈ കാര്യം അനുഭവപ്പെടുക എന്ന് കൗസല്യയുടെ ഒരു ചിന്തയാണ് ഇവിടെ. അപ്പോൾ കൈകേയിക്ക് ഇത് വിഷമമുണ്ടാക്കുമോ എന്നുള്ള ചിന്തയൊക്കെ ഇവിടെ കൗസല്യക്ക് നേരത്തെ തന്നെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ കൗസല്യയുടെ മനസ്സ് ഇവിടെ ആകെ അസ്വസ്ഥമാണ്. കൗസല്യ ദേവീനെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, ദുർഗയെ ഭഗവതി കാലക്കേടൊക്കെ നിൽക്കണേ, എല്ലാം ശുഭമായിട്ട് പര്യവസാനിക്കണേ എന്നൊക്കെ പറയുകയാണ്. അതിനിടയ്ക്ക് കൗസല്യ ഇങ്ങനെ പറയുന്നുണ്ട്, കൈകേയിയുടെ മനസ്സിലിരിപ്പ് എന്തായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതേ സമയത്ത് തന്നെ ദേവന്മാര് നേരെ സരസ്വതി ദേവിയുടെ അടുത്തോട്ട് പോവുകയാണ്. സരസ്വതി ദേവിയുടെ അടുത്ത് പോയിട്ട് സരസ്വതി ദേവിയോട് പറയുകയാണ്, അവിടെ അയോധ്യയിൽ രാമാഭിഷേകത്തിനുള്ള ആരംഭം നടക്കുകയാണ്. ആ അഭിഷേകം നടക്കാൻ വേണ്ടി പാടില്ല. ഉടൻ തന്നെ മന്ദരയുടെ നാവിൽ പോയി പ്രവേശിക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ ദേവന്മാരുടെ അഭ്യർത്ഥന മാനിച്ച് വാണിദേവി മന്ദരയുടെ നാവിലേക്ക് വന്ന് കയറുകയാണ് ചെയ്യുന്നത്. അതായത് ഈ അഭിഷേകം വിഘ്നം വരുത്തുന്നതിന് വേണ്ടിയിട്ട്, അഭിഷേകം മുടക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ 3 വളവൊക്കെയുള്ള ഒരു സ്ത്രീയാണ്, ദാസിയാണ്, കൈകേയിയുടെ ദാസിയാണ് മന്ദര. അപ്പോൾ മന്ദര ഇങ്ങനെ അയോധ്യയിലേക്ക് വരുന്ന സമയത്ത് കാണുന്നത് രാജ്യമൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ ജനങ്ങളൊക്കെ നല്ല ആഹ്ലാദത്തിലാണ്. ഇതെന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് മന്ദരക്ക് ആദ്യം മനസ്സിലാകുന്നില്ല. അങ്ങനെ മന്ദര ആരോട് ചോദിച്ച സമയത്ത് പറയുകയാണ്, ശ്രീരാമദേവന് അഭിഷേകം നടക്കാൻ പോവുകയാണെന്ന് മന്ദര അറിഞ്ഞു. അങ്ങനെ മന്ദര ഉടൻ തന്നെ വേഗം കൈകേയിയുടെ അടുത്തോട്ട് വരികയാണ്. അപ്പോൾ കൈകേയെ കണ്ട സമയത്ത് കൈകേയി മന്ദരയോട് ചോദിക്കുകയാണ്, ഇതെന്താണ് അവിടെ പുറത്തൊക്കെ നല്ല ഉത്സവാന്തരീക്ഷം ഉണ്ടല്ലോ, എന്താണ് സംഭവം എന്ന് ചോദിക്കുന്നു. അപ്പോൾ മന്ദര പറയുകയാണ്, രാമന് അഭിഷേകം നടക്കുകയാണ്, രാമനെ യുവരാജാവായിട്ട് പട്ടാഭിഷേകം നടത്താനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ. നീ ഇതൊന്നും അറിയുന്നില്ലേ? മണ്ടി എന്ന് ചോദിക്കുകയാണ്. മൂഢേ, നീ ഇതൊന്നും അറിയുന്നില്ലേ? നീ ഒരു അഹങ്കാരിയാണ്. നീ ഇവിടെ ഇങ്ങനെ കടന്നുറങ്ങുകയാണ് എപ്പോഴും. അതുകൊണ്ട് ആപത്ത് വരുന്നതൊന്നും നിനക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല.
നിനക്ക് ബന്ധുക്കളൊന്നുമില്ല, നിനക്ക് ബന്ധുബലം ഉണ്ടായിരുന്നെങ്കിൽ നീ കാര്യം അറിയുമായിരുന്നല്ലോ. നാളെ രാമന്റെ പട്ടാഭിഷേകം നടക്കുകയാണ്, നീ ഇതൊന്നും അറിയാതെ ഇവിടെ ഇങ്ങനെ ഉറക്കം നടിച്ച് കിടന്നാൽ മതി എന്നുള്ള രീതിയിൽ ഇങ്ങനെ മന്ഥര പറയുകയാണ്. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് തന്നെ, അതായത് രാമന്റെ പട്ടാഭിഷേകം നടക്കുന്ന കാര്യം മാത്രമേ ഇവിടെ കൈകേയി ശ്രദ്ധിച്ചുള്ളൂ. അത് കേട്ട സമയത്ത് തന്നെ കൈകേയി എന്ത് ചെയ്തു, തന്റെ പാദസരം കൊലുസ് ഊരിയിട്ട് മന്ഥരക്ക് സമ്മാനമായിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പറയും, അപ്പൊ അതിൻ്റെ ഇടക്ക് ചോദിക്കുകയാണ്, എന്താണ്, ഞാൻ വളരെ സന്തോഷത്തിലാണ്, പക്ഷെ നീ അതിൻ്റെ ഇടക്ക് പറഞ്ഞല്ലോ, എന്താണ്, എനിക്ക് ദുഃഖം വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞത്. എനിക്കെന്തിനാണ് ദുഃഖം, എനിക്ക് ദുഃഖത്തിനുള്ള അവസരം എന്താണ് ഉള്ളത് എന്ന് മന്ഥരയോട് ചോദിക്കുന്നു. എനിക്ക് രാമൻ എന്താണ് രാജാവായിട്ട് വരുന്നതിൽ എനിക്ക് സന്തോഷമില്ല, കാരണം രാമന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നെയാണ്. രാമന് കൗസല്യോടുള്ളതിനേക്കാളും ഇഷ്ടം എന്നോടാണ്. എനിക്കും അതേപോലെ തന്നെയാണ്, എനിക്കും ഭരതനോടുള്ളതിനേക്കാളും ഇഷ്ടം എനിക്ക് രാമനോടാണ്. അപ്പോൾ അതിൽ യാതൊരു സംശയവുമില്ല, ഞങ്ങളുടെ തമ്മിലുള്ള സ്നേഹത്തിൽ യാതൊരു സംശയവുമില്ല. അതേപോലെ തന്നെ എന്താണ്, രാമൻ എന്നോട് വലിയ ഭക്തിയാണ്, എന്നോട് നല്ല സ്നേഹവും എന്നിൽ നല്ല വിശ്വാസവും ബഹുമാനവും ഒക്കെയാണ് ശ്രീരാമന്. അവൻ എൻ്റെ മകനാണ്, എനിക്ക് ഭരതനേക്കാളും ഇഷ്ടപ്പെട്ട മകനാണ്. എന്ത് നല്ല വസ്തുക്കൾ കിട്ടിയാലും ശ്രീരാമൻ എനിക്ക് തന്നിട്ട് മാത്രമേ കൗസല്യക്ക് പോലും കൊടുക്കാറുള്ളൂ. അത്രയ്ക്ക് ഇഷ്ടമാണ്, എന്നിൽ മക്കൾ എന്നുള്ളൊരു ഭേദചിന്ത പോലും ഇല്ല. പിന്നെ നീ എന്താണ് അതിൻ്റെ ഇടയിലൊക്കെ പറഞ്ഞത്, ഇങ്ങനെ രാമന് പട്ടാഭിഷേകം നടക്കുന്നത് നീ മൂഢയാണ്, നീ പേടിക്കണം എന്നൊക്കെ പറഞ്ഞത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എൻ്റെ മകനല്ലേ, എല്ലാവർക്കും പ്രിയപ്പെട്ടവനല്ലേ ശ്രീരാമൻ, നല്ല ശാന്തനല്ലേ ശ്രീരാമൻ, ദയാലുവാണ്, ആരോടും ഒരു ശത്രുതയില്ലാത്ത ആളാണ്, അങ്ങനെയുള്ള ആള് തന്നെയല്ലേ രാജാവായി വരേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ കൈകേയിയുടെ വാക്കുകളൊക്കെ കേട്ട സമയത്ത് മന്ഥര ദുഃഖത്തോടു കൂടി പറയുകയാണ്, പാപി, എന്താണ്, നിനക്ക് മഹാഭയം വരാൻ വേണ്ടി പോവുകയാണ്, ദശരഥൻ നിന്നെ വഞ്ചിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഭരതനും ശത്രുഘ്നും ഇവിടെ ഇല്ല, അവർ കേകയ രാജ്യത്ത് പോയ സമയത്താണ് ഇവിടെ ഈ പട്ടാഭിഷേകം നടക്കുന്നത്. ഇത് മനഃപൂർവ്വമാണ്, അവരില്ലാത്ത സമയത്ത് നടക്കുന്ന ഈ പട്ടാഭിഷേകം മനഃപൂർവ്വമാണ്. ഇവിടെ നോക്കുക, ഇവിടെ ശ്രീരാമൻ രാജാവായി കഴിഞ്ഞാൽ ലക്ഷ്മണനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല, കാരണം ലക്ഷ്മണൻ എന്ന് ശ്രീരാമന്റെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ ലക്ഷ്മണന്റെ അമ്മയായിട്ടുള്ള സുമിത്രയ്ക്കും യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ കൗസല്യക്കും പ്രശ്നമില്ല, സുമിത്രക്കും പ്രശ്നമില്ല, കാരണം ശ്രീരാമൻ രാജാവായി കഴിഞ്ഞാൽ അവർക്ക് രണ്ടുപേർക്കും രാജപദവി ഉണ്ടാകും. പക്ഷെ നിന്റെ അവസ്ഥ അതല്ല. നിന്റെ മകൻ ഭരതൻ രാമനെ സേവിച്ച്, അതേപോലെ തന്നെ നീ കൗസല്യയെ സേവിച്ച് ഒരു രാജപദവിയും ഇല്ലാതെ ഇവിടെ കഴിയേണ്ടി വരും. അതാണ് ഇന്ന് സംഭവിക്കാൻ പോകുന്നത്. ശ്രീരാമന്റെ പട്ടാഭിഷേകം നടന്നാൽ ഇങ്ങനെയുള്ള അനർത്ഥമാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഇവിടെ മന്ഥര കൈകേയിയോട് പറയുകയാണ്. അത് മാത്രമല്ല, നിന്നെയും നിന്റെ മകനെയും നാടുകെടുത്തും അല്ലെങ്കിൽ കൊല്ലും, ഇതിനേക്കാളൊക്കെ ഭേദം മരണമാണ്. എന്താണ്, ഇങ്ങനെ ഇവിടെ മന്ഥര കൈകേയിയോട് പറയുകയാണ്. ഈ മന്ഥര കൈകേയിയോട് പറയുന്നത് അന്നും ഇന്നും രാജ്യത്തുള്ള അവസ്ഥയാണ്. സാധാരണ അങ്ങനെയാണ്, കാരണം ഭാരതത്തിൽ ഒരുപാട് രാജാക്കന്മാർ ഉണ്ടായിട്ടുണ്ടല്ലോ, 10,000-ലേറെ രാജാക്കന്മാർ ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇവരിൽ എന്താണ്, ഭൂരിഭാഗം ആൾക്കാരും ധൂർത്തരായിരുന്നു, ജനദ്രോഹികളായിരുന്നു, ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ എന്താണ്, ജനങ്ങൾക്ക് ദാരിദ്ര്യം നൽകുന്നവരായിരുന്നു. അന്നും അത് ഇന്നും അതെ. പക്ഷെ ജനങ്ങൾക്ക് ബോധം ഉണ്ടാവുമോ? അതൊട്ടുണ്ടാവില്ല. പണ്ടും ഇന്നും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ രീതിയാണ് പൊതുവെ അവിടെ ഉള്ളത്. അപ്പൊ അതനുസരിച്ചിട്ടാണ് ഇവിടെ മന്ഥര പറയുന്നത്. കാരണം ഒരാൾ രാജാവായി കഴിഞ്ഞാൽ മറ്റൊരാളെ ഒതുക്കുകയും കൊല്ലുകയും നാടുകടത്തുകയും ഒക്കെ ചെയ്യുന്നത് ഒരു സാധാരണ സംഭവമായിരുന്നു അന്ന്, ആ കാലം മുതലേ. അവിടെയാണ് ഈ ശ്രീരാമനും ഭരതനും ഒക്കെ വ്യത്യസ്തരാകുന്ന അവിടെയാണ്. കാരണം ഇവരുടെ സ്വഭാവം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായത് കൊണ്ടാണ് ഇത്രയും 1000 വർഷങ്ങൾക്ക് മുൻപുള്ള ഇവരെയൊക്കെ നമ്മൾ ഇന്ന് ആരാധിക്കുന്നതും അവർക്കൊക്കെ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടായതും അതുകൊണ്ടാണ്. കാരണം അന്നത്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവമുള്ളവരാണ്. അതേപോലെ തന്നെ ഇന്നത്തതിൽ നിന്ന് വ്യത്യസ്തരായിട്ടുള്ള ഭരണാധികാരികൾ ഉണ്ടെങ്കിൽ അവരെയും നമ്മൾ ആരാധിക്കും. പക്ഷെ അതേപോലെ ധൂർത്തരായിട്ടുള്ള ഭരണാധികാരികളാണെങ്കിൽ അവരെ വെറുക്കും. അപ്പോൾ ഇത് ലോകമുള്ള കാലം തൊട്ടേ ഉള്ളതാണ്, ഇന്നും ഉണ്ട്. അപ്പൊ ഈ ഒരു പൊതുവെയുള്ള ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ പൊതുവെയുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ മന്ഥര കൈകേയിയോട് പറഞ്ഞത്. കാരണം മന്ഥര ഇത് ചിന്തിച്ചത് കുഴപ്പമൊന്നുമില്ല, കാരണം അതാണ് സാധാരണ നടക്കുന്ന സംഭവമാണ് മന്ഥര കൈകേയിയോട് പറഞ്ഞത്. പക്ഷെ ഈ മന്ഥരയ്ക്ക് രാമനുമായിട്ട് വല്ല അടുപ്പമൊന്നും ഉണ്ടാകില്ല, പക്ഷെ കൈകേയിക്ക് രാമനുമായിട്ട് നല്ല അടുപ്പാണ്. അതുകൊണ്ട് കൈകേയിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, കൈകേയി അങ്ങനെ ഒന്നും ചിന്തിച്ചില്ല. പക്ഷെ മന്ഥര ചിന്തിച്ചത് എന്താണ്, പൊതുവേ നാട്ടിൽ കാണുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ടാണ് മന്ഥര അങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മന്ഥര കൈകേയിയോട് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, പക്ഷേ കൈകേയിയെ സംബന്ധിച്ചിടത്തോളം ഇവരാരും വ്യത്യസ്തരായിരുന്നില്ല. പക്ഷേ ഈ മന്ഥരയുടെ വാക്ക് ഇവിടെ കൈകേയിയിൽ എന്താണ്, ഒരു മാനസിക വ്യത്യാസം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഭരതനും ലക്ഷ്മണനും ശ്രീരാമനും ശത്രുഘ്നും ഒന്നും ഈ 3 അമ്മമാർക്കും വ്യത്യസ്തരായിരുന്നില്ല. 3 അമ്മമാർക്കും ഇവരോട് ഒരേപോലെ സ്നേഹമായിരുന്നു. 4 പേരോട് സ്നേഹമായിരുന്നു 3 അമ്മമാർക്കും. അതുപോലെ തന്നെ ഈ 4 മക്കളെ സംബന്ധിച്ചിടത്തോളം 3 അമ്മമാരും
ഒരേപോലെ സ്നേഹമായിരുന്നു. ഒരുപക്ഷെ നേരത്തെ കൈകേയി പറഞ്ഞതുമാതിരി കൈകേയി പറഞ്ഞില്ല, അതായത് രാമന് കൗസല്യോടുള്ളതിനേക്കാളും സ്നേഹം എന്നോടാണെന്ന് പറഞ്ഞില്ലേ, അതുപോലെയാണ് അമ്മമാർക്കും ഈ മക്കൾക്കും പരസ്പരം ഉള്ളത്. പക്ഷെ ഇവിടെ ഈ മന്ദര പറയുന്ന സമയത്ത് കൈകേയി എന്നാണ്, കൈകേയിയുടെ മനസ്സിൽ മാനസാന്തരം വരികയാണ്. അപ്പൊ മന്ദര പറയുകയാണ്, നിനക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, നിന്റെ ഉത്സാഹം കൂടി ഇതിൽ വേണം, എങ്കിൽ മാത്രമേ നിന്റെ മകനെ രാജാവാക്കാൻ പറ്റൂ, നിന്റെ മകൻ രാജാവാകണം. എന്നിട്ടോ രാമൻ ഇവിടെ ഉണ്ടാകാനും പാടില്ല, രാമൻ 14 വർഷത്തേക്ക് വനവാസത്തിന് പോകണം. അപ്പൊ ഈ ഭരതനെ രാജാവാക്കിയാൽ രാമൻ 14 വർഷം വനവാസത്തിന് പോകണം എന്ന് പറയുന്നത് എന്തിനാണ്? കാരണം രാമനാണ് ഇവിടെ രാജാവായിട്ട് വാഴാൻ വേണ്ടിയിട്ട് ദശരഥന് അനുമതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഭരതൻ രാജാവായി കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ ആഭ്യന്തര കലാപം നടക്കാം, അവിടെ അട്ടിമറി നടക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചിന്ത മന്ദരയുടെ തലയിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് രാമൻ 14 വർഷത്തേക്ക് കാട്ടിൽ പോകണം എന്ന് പറഞ്ഞത്. അവിടെ ഉണ്ടാവാനേ പാടില്ല. ആ സ്ഥലത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് രാമനായിരിക്കും കൂടുതൽ ഇഷ്ടം, അപ്പൊ അവിടെ ഭരണ അട്ടിമറിയൊക്കെ നടക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചിന്തയാണ് മന്ദര ഈ രണ്ടാവശ്യം പറയാൻ വേണ്ടി കാരണം. അപ്പൊ പറയണം, ഒന്ന് നിന്റെ മകൻ ഭരതനെ രാജാവാക്കണം, രണ്ടാമത്തെ എന്താണ്, രാമൻ 14 വർഷത്തേക്ക് കാട്ടിൽ പോകണം. അപ്പൊ ഈ 14 വർഷത്തേക്ക് കാട്ടിൽ പോയി കഴിഞ്ഞാൽ 14 വർഷമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് രാമൻ എന്താണ് അകന്നു പോയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ രാജ്യം മുഴുവൻ ഭരതന് കിട്ടും, നിനക്കും മോനും കീർത്തിയും ഉണ്ടാവും, ഐശ്വര്യവും ഉണ്ടാവും, ദീർഘകാലം നിനക്ക് രാജമാതയായിട്ട് നിനക്ക് ഇവിടെ വാഴാൻ വേണ്ടി സാധിക്കും. അതിനൊരു ഉപായമുണ്ട്. പണ്ട് ദേവാസുര യുദ്ധം നടക്കുന്ന സമയത്ത് ദേവേന്ദ്രൻ ദശരഥന്റെ സഹായം അഭ്യർത്ഥിച്ചു. ദശരഥൻ വലിയ പോരാളിയാണ്. അപ്പൊ ദേവേന്ദ്രൻ ദശരഥന്റെ സഹായം അഭ്യർത്ഥിച്ചു. അങ്ങനെ ദേവന്മാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ദശരഥൻ യുദ്ധത്തിന് പോയ സമയത്ത് കൈകേയിയും ഈ രഥത്തിലുണ്ടായിരുന്നു. അപ്പൊ ഈ രഥത്തിന്റെ ഒരു ആണി, ചക്രത്തിന്റെ ഒരു ആണി തെറിച്ചു പോയ സമയത്ത് കൈകേയി തന്റെ വിരൽ അതിൽ വെച്ചിട്ട് യുദ്ധം അവസാനിക്കുന്നത് വരെ തന്റെ വിരൽ ആണിക്ക് പകരം വെച്ച് ആ യുദ്ധം ജയിപ്പിച്ചു. യുദ്ധം കഴിഞ്ഞ സമയത്താണ് ദശരഥൻ ഇത് ശ്രദ്ധിക്കുന്നത്. അപ്പൊ ദശരഥന് ഭയങ്കര സന്തോഷമായി. ദശരഥൻ വളരെ സ്നേഹത്തോടുകൂടി കൈകേയി ആലിംഗനം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് വളരെ സന്തോഷമായി, നിനക്ക് എന്താണ് വേണ്ടത്, നിനക്ക് എന്ത് വരമാണ് വേണ്ടത്, ഞാൻ നിനക്ക് 2 വരം തരാമെന്ന് പറയുകയാണ്. അപ്പോൾ കൈകേയി പറയാണ്, എനിക്കൊന്നും വേണ്ട, ഇപ്പൊ ആ വരം അവിടെ വെച്ചേ എന്ന് പറയുകയാണ്. അപ്പൊ അങ്ങനെ അവിടെ വെച്ചൊരു 2 വരമുണ്ട്. കാരണം കൈകേയിക്കൊന്നും വേണ്ടാത്ത, കൈകേയിക്ക് എല്ലാം ഉണ്ട്. കൈകേയിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ചോദിച്ച സമയത്ത് ഒന്നും വേണ്ടായിരുന്നു. ആ കൈകേയി അങ്ങനെ ഒരു ആർത്തി പിടിച്ച ആളൊന്നും അല്ല, ഒന്നും വേണ്ട. കൈകേയി എന്നാൽ വളരെ സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ഒക്കെയാണ് ജീവിക്കുന്നത്. പ്രത്യേകിച്ച് വേറെ അതിലായിട്ടുള്ള ഒരു ആഗ്രഹമൊന്നും കൈകേയിക്ക് ഉണ്ടായതുമില്ല. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞതാണ്, എനിക്കതൊന്നും വേണ്ട, ഇല്ലെങ്കിൽ പറയുമല്ലോ എനിക്ക് ഇന്ന കാര്യം വേണമെന്ന് അപ്പൊ തന്നെ ചോദിക്കുമായിരുന്നു. അതൊന്നും ചോദിച്ചില്ല. അപ്പോ ഇവിടെ മന്ദര പറയാണ്, അങ്ങനെ ഒരു സംഭവം പണ്ട് നടന്നിന്, എന്താണ് ദൈവേച്ഛ കൊണ്ടാണ് എനിക്ക് ഇപ്പൊ ഈ കാര്യം ഓർമ്മ വന്നത്. അപ്പൊ നീ എന്ത് ചെയ്യണം, നീ ഇത് ആവശ്യപ്പെടണം, വെറുതെ ചോദിച്ചാൽ തരൂല. അപ്പോൾ ദശരഥൻ വരുന്ന സമയത്ത് നീ എന്താണ്, നീ കോപാലയത്തിൽ പ്രവേശിക്കണം, നീ ഇവിടെ ഉണ്ടാവരുത് കോപാലയത്തിൽ. ഈ കോപാലയം എന്ന് പറയുന്നത് ഇവരുടെ അന്തഃപുരത്തിന് ദേഷ്യം വന്നാൽ പോയി കിടക്കുന്ന ഒരു സ്ഥലമാണ് കോപാലയം. അത് അതിന്റെ പേരെങ്ങനെയാണ്, കോപാലയം എന്ന്. അപ്പൊ നീ അവിടെ ആയിരിക്കണം ഉണ്ടാവുക. ഇവിടെ വരുമ്പോൾ ആഭരണമൊക്കെ എന്താണ് വലിച്ചെറിഞ്ഞിട്ട് മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് ദേഹം മുഴുവൻ പൊടിയൊക്കെ ആയിട്ട് കണ്ണീര് കൊണ്ട് മുഖവും മുലയൊക്കെ കണ്ണീര് കൊണ്ട് നനഞ്ഞിട്ടുണ്ടാകണം. അങ്ങനെ നീ നിലത്ത് കിടക്കണം. എന്നിട്ട് നിലത്ത് കിടന്ന് സത്യം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നീ ഈ കാര്യം ചോദിക്കാൻ വേണ്ടി പാടുള്ളൂ. തരാമെന്ന് പറഞ്ഞാലേ ചോദിക്കാൻ വേണ്ടി, അതിനു മുമ്പ് ചോദിക്കരുത് എന്ന് പറയുന്നു. അപ്പൊ ആ ചോദിക്കുമ്പോൾ നീ പറയണം, ഒന്ന് നിന്റെ മകൻ ഭരതനെ രാജാവാക്കണം, രണ്ടാമത്തത് ശ്രീരാമനെ 14 വർഷത്തേക്ക് കാട്ടിൽ വിടണം. 2 വരം തരാമെന്ന് സമ്മതിച്ചാൽ മാത്രം ഈ കാര്യം ചോദിക്കുക. അങ്ങനെ എല്ലാ തന്ത്രങ്ങളും കൈകേയിക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം മന്ദര അവിടെ നിന്ന് സ്ഥലം കാലിയാക്കുകയാണ്. ഇവിടെ മന്ദര ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് കൈകേയി ഈ രീതിയിൽ ഉറക്കുകയാണ്. കാരണം മന്ദരയുടെ ഈ വാക്കുകൾ കൈകേയിയിൽ വലിയ സ്വാധീനം ചെലുത്തി. അങ്ങനെ കൈകേയി മന്ദരയോട് പറയുന്നുണ്ടെന്നാണ്, ശ്രീരാമന് കാട്ടിൽ പോകുന്നത് വരെ ഞാൻ ഇങ്ങനെ കിടക്കും, അല്ലെങ്കിൽ ഞാൻ മരിക്കും എന്ന് പറയുകയാണ്. അങ്ങനെ ദശരഥൻ ഭരതനെ രാജാവാക്കില്ല എങ്കിൽ ഞാനിവിടെ ഞാൻ മരിക്കും, എത്ര ദിവസം കിടന്നാലും ശരിയില്ല, ഞാനിവിടെ മരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ മന്ദര പറയുന്നുണ്ട്, നീ ഉറച്ചു നിന്നാൽ ഒരു മാറ്റം ഉണ്ടാവില്ല, ഈ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും, നീ ഉറച്ചു നിൽക്കണേ ഇതിൽ എന്ന് പറയുകയാണ്. ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ എത്ര നല്ല സ്ത്രീയായിരുന്നു കൈകേയി, നല്ല സ്ത്രീ, രാമനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇവിടെ ഒരു ദുഷ്ടജന സംസർഗം എന്ന് വേണമെങ്കിൽ പറയാം. ആ ദുഷ്ടജന സംസർഗം എങ്ങനെയാണ്, നല്ല മനുഷ്യരെ കൂടി മോശമാക്കിയാണ് ചെയ്തത്. കൈകേയി നല്ല സ്ത്രീയായിരുന്നു. ആ കൈകേയിയെ മന്ദരയുടെ സംസർഗം മോശമാക്കി മാറ്റുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഈ കൈകേയിയുടെ മാനസികാവസ്ഥ ശരിക്കും മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
ഇവിടെ കൈകേയിക്ക് ശ്രീരാമനോട് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷെ ഒരർത്ഥത്തിൽ പറഞ്ഞ ഭരതനോടുള്ളതിനേക്കാളും ഇഷ്ടമായിരുന്നു എന്ന് പറയാം. ശ്രീരാമൻ രാജാവാകുന്നത് കൊണ്ട് കൈകേയിക്ക് ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല എന്ന് ഈ വാർത്ത കേട്ട ഉടനെ മന്ദരക്ക് കൊലുസ് നൽകുന്നതിൽ നമുക്ക് മനസ്സിലാക്കാം. അത്രയും സന്തോഷമുള്ള വാർത്തയായിരുന്നു. പക്ഷെ ഇവിടെ പറ്റിയത് എന്താണ്? ഇവിടെ തെറ്റ് പറ്റിയത് ഒരർത്ഥത്തിൽ ദശരഥനാണ്. കാരണം ഈ ദശരഥൻ ഇങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് ഇത് ദശരഥന്റെ വായിൽ നിന്നാണ് ഇത് കൈകേയി അറിയുന്നതെങ്കിൽ ഇവിടെ യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം കൈകേയിക്ക് ഭയങ്കര സന്തോഷമാകുമായിരുന്നു. പക്ഷെ കൈകേയി എങ്ങനെയാണ് അറിഞ്ഞത്? കൈകേയി അറിഞ്ഞത് പുറത്ത് നാട്ടുകാരൊക്കെ അറിഞ്ഞ് അവിടെ നിന്ന് മന്ദര കേട്ട് മന്ദര ഇവിടെ വന്ന് പറയുകയാണ് ചെയ്തത്. അപ്പോൾ അത് വലിയൊരു കുഴപ്പമാണ് ഉണ്ടാക്കിയത്. ശരിക്കും ഇങ്ങനെയുള്ള ഒരു വലിയൊരു തീരുമാനം. കാരണം ദശരഥന് കൈകേയിയോട് മറ്റുള്ള ഭാര്യമാരോടുള്ളതിനേക്കാളും കൂടുതൽ അടുപ്പാണ്. എന്നിട്ട് പോലും ദശരഥൻ കൈകേയിയോട് ഇത് പറയാൻ വൈകി. പറഞ്ഞില്ല എന്നല്ല, പറയാൻ വൈകി. മറ്റൊരാൾ പറഞ്ഞറിയേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ഏറ്റവും അടുത്തുള്ള ആൾക്കാരോട് പറഞ്ഞില്ല, അത് മറ്റൊരാൾ ത്രൂ ആണ് അറിയുന്നതെങ്കിൽ എന്നാണ് ഇവിടെ ഇതുപോലുള്ള അനർത്ഥങ്ങൾ സംഭവിക്കുമെന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ നമുക്ക് ഈ മന്ദരയുടെ ഈ വാക്കുകളിൽ നിന്ന്, കൈകേയിയുടെ ഈ മനംമാറ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇവിടെ അതുകൊണ്ടെന്നാണ് ഇവിടെ കൈകേയിയുടെ പേരടക്കം മോശം വേണ്ടി പോവുകയാണ്. ആ രീതിയിലാണ്. അപ്പോൾ ഇവിടെ എഴുത്തച്ഛൻ പറയുന്നുണ്ടെന്നാണ് കഞ്ചളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം എന്ന് പറയുന്നത്. അതായത് കഞ്ചളം എന്ന് പറയുന്നത് വിളക്കിലത്തെ കരിയിനെയാണ് കഞ്ചളം എന്ന് പറയുന്നത്. അപ്പൊ അത് പറ്റിക്കഴിഞ്ഞാൽ അത് സ്വർണത്തിന് മുകളിൽ പറ്റിക്കുന്ന എന്താണ്? സ്വർണവും മോശമായി പോകും, സ്വർണത്തിന്റെ കളറും വന്നു. അപ്പൊ ഇവിടെ ഈ മന്ദരയുടെ സംസർഗം കൈകേയിയുടെ കൂടി പ്രഭ കെടുത്തുന്ന ഒരു രീതിയിലായി എന്ന് പറയുകയാണ്. അപ്പോൾ ഇതേ സമയത്ത് ദശരഥൻ ഈ ഏർപ്പാടൊക്കെ ചെയ്തിട്ട്, അതായത് പിറ്റേ ദിവസം പട്ടാഭിഷേകത്തിനുള്ള ഏർപ്പാടൊക്കെ സുമന്ത്രയുടെ അടുത്ത് ചെയ്തിട്ട് നേരെ ഇവിടെ അന്തഃപുരത്തിലേക്ക് വരികയാണ്. എവിടെയാണ് വരുന്നത്? കൈകേയിയുടെ അന്തഃപുരത്തിലേക്ക് വരികയാണ്. അപ്പോൾ കൈകേയിയുടെ അന്തഃപുരത്തിൽ വരുന്ന സമയത്ത് സാധാരണ കാണാറ് കൈകേയി അവിടെ പുറത്ത് നല്ല സന്തോഷത്തോടു കൂടി, ചിരിച്ച മുഖത്തോടു കൂടി, നമ്മൾ സിനിമാ പാട്ടിലൊക്കെ കേൾക്കുന്ന മാതിരി പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്നതൊക്കെ കേൾക്കുന്ന മാതിരി കൈകേയി ആ രീതിയിൽ അവിടെ ഉണ്ടാവും. പക്ഷെ ഇവിടെ കൈകേയെ കാണുന്നില്ല. കൈകേയെ കാണാതിരിക്കുന്ന സമയത്ത് ദശരഥന് പരിഭ്രമം വന്നു. ഇതെന്താണ്? പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഇവിടെ പൂമുഖവാതിൽ നിൽക്കേണ്ടതായിരുന്നല്ലോ, ഇത് എവിടെ പോയി? ദശരഥൻ അവിടെയൊക്കെ നോക്കി. ദശരഥനാകെ സങ്കടം വന്നു. എന്നിട്ട് അവിടെ ദാസിമാരോട് ചോദിച്ചു, എവിടെ പോയി? നിങ്ങളുടെ രാജ്ഞി എവിടെയാണ്? പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ ദാസിമാർ പറഞ്ഞു, രാജ്ഞി ക്രോധാലയത്തിലാണ്. എന്താണ് കാരണമെന്ന് ഞങ്ങൾക്കറിയില്ല. അങ്ങ് തന്നെ രാജ്ഞിയുടെ ചിത്തം അറിഞ്ഞാലും എന്ന് പറയുകയാണ്. അപ്പോൾ ദശരഥൻ ഇങ്ങനെ ഭയസംഭ്രമത്തോടു കൂടി നേരെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ കാണുന്നത് ആഭരണങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് മുടിയൊക്കെ അഴിച്ചിട്ട് കരഞ്ഞ കലങ്ങിയ കണ്ണുകളുമായിട്ട് നനഞ്ഞ മുഖമൊക്കെ ആയിട്ട് പൊടിയൊക്കെ പിടിച്ച് അവിടെ കിടക്കുന്നതാണ് കാണുന്നത്, നേരത്തെ കിടക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ദശരഥൻ ചോദിക്കുകയാണ്, എന്താ സുന്ദരി, നിനക്ക് എന്താണ് പറ്റിയത്? എന്താണ് ഇങ്ങനെ നീ നിലത്തൊക്കെ കിടക്കുന്നത്? നിന്റെ ശരീരത്തിലൊക്കെ എന്താണ് ഇങ്ങനെ പൊടിപടലങ്ങൾ? നീ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? നിന്റെ ദുഃഖത്തിന്റെ കാരണം എന്താണ്? പ്രജകളാരെങ്കിലും നിനക്ക് അപ്രിയമായിട്ട് എന്തെങ്കിലും ചെയ്തുവോ? എന്താണെങ്കിലും നീ പറ. അങ്ങനെ ആരെങ്കിലും നിനക്ക് എതിരായിട്ട് അങ്ങനെ ആരും ചെയ്യില്ലല്ലോ. കാരണം പ്രജകൾ ആരും നിനക്ക് എതിരായിട്ടൊന്നും ചെയ്യില്ല. പിന്നെ നിനക്ക് എന്താണ് സംഭവിച്ചത്? ഇനി ഏതെങ്കിലും വധിക്കപ്പെടേണ്ട ആളെ വധിക്കുന്നില്ല, വധശിക്ഷ കൊടുത്തില്ല എങ്കിൽ ഞാൻ അവർക്ക് വധശിക്ഷ കൊടുക്കാം. അല്ല, വധിക്കപ്പെടേണ്ട ആളെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ ഞാൻ അത് ചെയ്യാം. ഇനി ആർക്കെങ്കിലും വധശിക്ഷ കൊടുക്കേണ്ട ആളാണ് എങ്കിൽ ഞാൻ അത് കൊടുക്കാം. ദരിദ്രനെ ധനികനാക്കണോ? ഞാനത് ചെയ്യാം. അല്ലെങ്കിൽ ധനികനെ ദരിദ്രനാക്കണോ? അതും ഞാൻ ചെയ്യാം. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? രാമനാണ് സത്യം, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയണം. അപ്പൊ ദശരഥനും ഇവിടെ രാമനോടാണ് ഭയങ്കര ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് പറയുന്നത്, രാമനാണ് സത്യം, ഞാൻ എന്തും സാധിച്ചു തരാം, നീ ദുഃഖിക്കാതിരുന്നാൽ മാത്രം മതി. നിന്റെ ദുഃഖം എന്നെയും കൂടി ദുഃഖത്തിൽ ആഴ്ത്തുകയാണ് ചെയ്യുന്നത്. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇവിടെ ദശരഥൻ കൈകേയിയോട് ചോദിക്കുകയാണ്. ഇത് കേട്ടതോടെ, രാമനാണ് സത്യം, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് കേട്ടതോടെ കൈകേയി സന്തുഷ്ടിയായി. കൈകേയി കണ്ണീരൊക്കെ തുടച്ചു. എന്നിട്ട് മന്ദമുര ചെയ്ത ആൾ ആരോടാണ്? ഈ ദശരഥനോട്. അതായത് ഒരു കാര്യം നടക്കണം, അപ്പൊ വളരെ മെല്ലെ, വളരെ സമാധാനത്തിൽ, വളരെ ചെറിയ ശബ്ദത്തിലാണ് പറയുന്നത് ഇവിടെ. എന്നിട്ട് പറയുക, അങ്ങ് സത്യനിഷ്ഠനാണ്, അങ്ങ് ശപഥം ചെയ്താൽ ലംഘിക്കാനും പാടില്ല, അതെനിക്കറിയാം. അപ്പൊ ഞാൻ അങ്ങ് പണ്ട് യുദ്ധത്തിന് പോയ സമയത്ത് ആ കഥ പറയുകയാണ്. അപ്പൊ അന്ന് എന്നോട് പറഞ്ഞിരുന്നു ഞാൻ 2 വരം തരാമെന്ന്. ആ 2 വരം ഇന്ന് എനിക്ക് വേണമെന്ന് പറയുകയാണ്. അപ്പോൾ ദശരഥൻ പറയുകയാണ്, അതിനെന്താ, ഞാൻ ആ 2 വരവും നിനക്ക് തരാം എന്ന് പറയുന്നു. അപ്പോൾ പറയാണ്, ഒന്ന് ഭരതനെ രാജാവാക്കണം,
രണ്ട്, രാമൻ 14 വർഷത്തേക്ക് കാട്ടിൽ പോകണം. അല്ലെങ്കിൽ എന്താണ്, രാമൻ കാട്ടിലേക്ക് പോകുന്നത് വരെ ഞാൻ മരണം വരെ ഞാൻ എന്താണ് ഇവിടെ കിടക്കും, അല്ലെങ്കിൽ ഞാൻ മരിക്കും. അപ്പൊ ഇങ്ങനെ കൈകേയി പറയുന്ന സമയത്ത്, ഇത് കേട്ട സമയത്ത് ദശരഥൻ അവിടെ നിന്നാണ് ബോധമേറ്റ് വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എഴുത്തച്ഛൻ പറയുകയാണ് എന്താണ്, വജ്രായുധമേറ്റ് പർവ്വതം ചിറകറ്റ് വീണതുപോലെ, പർവ്വതം ചിറകറ്റ് ഭൂമിയിൽ വീണതുപോലെ അവിടെ നിന്നാണ് ദശരഥൻ വീഴുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുകയാണ്, അയ്യോ, ആ ബോധം ഉണർന്ന സമയത്ത് പറയുകയാണ്, അയ്യോ എന്താണ് ഞാനിത് ദുസ്വപ്നം കാണുകയാണോ, അല്ല ഇത് എനിക്കെന്താണ് സമനില തെറ്റിയതാണോ, എൻ്റെ മരണകാലം അടുത്ത സമയം, എൻ്റെ മരണകാലം അടുത്തോ, ഇതെന്താണ് പറ്റിയത്, എന്താണ് ഇതിങ്ങനെ എന്ന് ചോദിക്കുകയാണ്. ഇവളെന്താണ് ഇങ്ങനെ പറഞ്ഞതാണോ എന്നൊക്കെ പറഞ്ഞ് ദശരഥൻ ഈ കൈകേയിക്ക് നോക്കുന്ന സമയത്ത് ദശരഥന് കൈകേയിയെ നോക്കുമ്പോൾ പേടി തോന്നുകയാണ്. അതായത് ഒരു പെൺപുലി ഇങ്ങനെ ക്രൂരയായിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു പോലെയാണ് ദശരഥന് തോന്നുന്നത്. അതുവരെ കണ്ടിരുന്ന, അതായത് ഇന്നും മറ്റുള്ള ഭാര്യമാരെക്കാളും കൂടുതൽ ഇഷ്ടവും കൂടുതൽ സ്നേഹവും ഒക്കെ കൈകേയിയോടായിരുന്നു. മറ്റുള്ളവരെക്കാളും പ്രായക്കുറവും സൗന്ദര്യവും ഒക്കെ കൈകേയിക്കായിരുന്നു കൂടുതലും. അപ്പൊ അന്നൊന്നും കണ്ട കൈകേയിയെ അല്ല ദശരഥൻ ഇപ്പൊ നോക്കുന്ന സമയത്താണ് ഒരു ക്രൂരയായിട്ടുള്ള പെൺപുലി തന്നെ വിഴുങ്ങാനായിട്ട് മുന്നിൽ നിൽക്കുന്നത് പോലെ ദശരഥൻ ഇങ്ങനെ തോന്നുകയാണ്. അപ്പോ ദശരഥൻ ചോദിക്കുകയാണ്, നീ എന്തായി പറഞ്ഞത്, എന്ത് സംഭവിച്ചത്, രാമൻ എന്ത് പിഴച്ചു, എൻ്റെ ജീവൻ നശിപ്പിക്കുന്ന വാക്കാണ് നീ ഇപ്പൊ പറഞ്ഞത്, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ പറഞ്ഞത്, നിനക്ക് മുമ്പ് എന്താണ് രാമനെ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ, രാമന്റെ ഗുണഗണങ്ങളെ കുറിച്ച് നീ പറയാത്ത ദിവസവും ഇല്ല. ഞാനും കൗസല്യം പോലും എന്നാണ് അത്രയും കൂടുതൽ പറഞ്ഞിട്ടുണ്ടാകില്ല രാമന്റെ ഗുണഗണങ്ങളെ കുറിച്ച്. പക്ഷെ നീയാണ് എന്നും രാമന്റെ ഗുണഗണങ്ങളെ വാഴ്ത്തുന്നവൾ. പക്ഷെ ഇത് നിനക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുകയാണ് ദശരഥൻ. നീ എന്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ പറയുന്നത് എന്താണ്? എന്നിട്ട് പറയുകയാണെന്താണ്, ഭരതന് രാജ്യം കൊടുക്കാം, എനിക്കതിൽ വിഷമമില്ല, പക്ഷെ രാമൻ എന്തിന് കാട്ടിൽ പോകണം? ഭരതൻ രാജാവായിക്കോട്ടെ, ഭരതൻ രാജാവായി കഴിഞ്ഞാലും ഭരതൻ രാമനെ പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെ ദശരഥൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കരഞ്ഞ് ഈ കൈകേയിയുടെ കാൽക്കലേക്ക് വീഴുകയാണ്. അപ്പോൾ കൈകേയി ചോദിക്കുകയാണ്, രാജാവേ, കൈകേയി ഇങ്ങനെ ചുവന്ന കണ്ണുകളോട് കൂടിയിട്ട് രാജാവിനെ നോക്കിയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, രാജാവേ, നിങ്ങൾക്ക് എന്താണ് ഭ്രാന്ത് പിടിച്ചോ, നിങ്ങൾ എന്താണ് കള്ളത്തരം പറയുന്നത്, കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നരകത്തിലോട്ട് പോകും, നിങ്ങളിപ്പോൾ സത്യം ചെയ്ത ആളാണ്, എന്നിട്ട് നിങ്ങൾ എന്താണ് എനിക്ക് 2 വരം തരാമെന്ന് ഇപ്പോഴാണ് സത്യം ചെയ്തത്, പിന്നെ നിങ്ങൾ ആ സത്യം ലംഘിക്കാൻ ശ്രമിക്കുകയാണ്. നാളെ രാമൻ കാട്ടിൽ പോകണം, ഇല്ലെങ്കിൽ ഞാൻ മരിക്കുന്നത് വരെ നിങ്ങളുടെ മുന്നിൽ ഞാൻ കിടക്കും, എന്നിട്ട് നിങ്ങളുടെ മുന്നിൽ കിടന്ന് ഞാൻ മരിക്കും, അത് യാതൊരു സംശയവുമില്ല എന്ന് പറയുകയാണ്. നിങ്ങൾ സത്യസന്ധനാണെങ്കിൽ നിങ്ങളുടെ സത്യസന്ധത നിങ്ങൾ പുലർത്തണം, നിങ്ങളുടെ സത്യസന്ധത നിങ്ങൾ സംരക്ഷിക്കണം. രാമന്റെ പേരിലാണ് നിങ്ങൾ സത്യം ചെയ്തത്, രാമന്റെ പേരിൽ ചെയ്ത സത്യം നിങ്ങൾ കള്ളമാക്കല്ലേ, അത് നിങ്ങളുടെ കീർത്തിയാണ് നശിപ്പിക്കുക എന്നൊക്കെ പറയുകയാണ്. പിന്നെ രാജാവ് വീണ്ടും അവിടെ ബോധം കെടുകയാണ്. ബോധം ഉണർന്ന സമയത്ത് അദ്ദേഹം ഇരുന്നും കിടന്നും ഒക്കെ ഇങ്ങനെ കരയുകയാണ്. രാമ എന്ന് വിളിച്ചുകൊണ്ട് അതെങ്ങനെ കരയുകയാണ്. ആ അന്നത്തെ ഒരു രാത്രി അദ്ദേഹത്തിന് 1 വർഷം പോലെ തോന്നുകയാണ്. അപ്പോൾ നേരം പുലർന്ന സമയത്ത് സാധാരണ ഈ രാജാവിനെ ഒക്കെ സ്തുതിപാഠകരാണ് ഉണർത്തുക. സ്തുതിപാഠകരും ഗായകരും, അതായത് രാജാവിന് ജയ ഗീതമൊക്കെ പാടി സംഗീതമൊക്കെ പാടി മംഗളഘോഷമൊക്കെ അടി രാജാവിനെ സ്തുതിച്ചുകൊണ്ടാണ് ഉണർത്തുക. അപ്പൊ അതേപോലെ ഇവിടെ രാജാവിനെ സ്തുതിച്ചുകൊണ്ട് ഉണർത്താൻ വേണ്ടിയിട്ട് ഗായകരും ഇവരൊക്കെ മംഗളഗീതം പാടുന്നവരൊക്കെ ദശരഥ രാജാവിന് ജയ് എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഇവർ വരികയാണ് ഉണർത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് കണ്ട സമയത്ത് തന്നെ കൈകേയി അവരൊക്കെ കോപിച്ച് അവരൊക്കെ അവിടുന്ന് ആട്ടിവിട്ടു. അപ്പൊ അവരും ആകെ സംഭ്രമിച്ചു, ഇത് എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലായില്ല. അപ്പൊ അതേ സമയത്ത് തന്നെ അയോധ്യ നഗരം എങ്ങനെയാണ്? അയോധ്യ നഗരം അഭിഷേകോത്സവ ലഹരിയിലാണ്. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അവർ അഭിഷേകം കാണാൻ വേണ്ടി പോകുന്നത്. കാരണം ആ രാജ്യത്ത് അനന്തരാവകാശികളൊന്നും ഉണ്ടായിരുന്നില്ല, ദശരഥന് നല്ല പ്രായമായി. അപ്പൊ ഇത്രയും വർഷങ്ങളായിട്ട് ഒരു അഭിഷേകം കാണാത്തവർ ഒരുപാടുണ്ട്. അപ്പോൾ അഭിഷേകം കാണാനുള്ള സന്തോഷത്തിൽ, പിന്നെ മാത്രമല്ല രാമനെ ജനങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ജനങ്ങളൊക്കെ രാമന്റെ പട്ടാഭിഷേകം കാണാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. അത് സാധാരണ ജനങ്ങള്, താപസര്, വൃദ്ധര്, സ്ത്രീകള്, കുട്ടികള് എല്ലാവരും ഇങ്ങനെ അഭിഷേകം കാണാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. അതേ സമയത്ത് അഭിഷേകത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കിയിരിക്കുകയാണ്. ചാമരം, കൊടി, കുട, അലങ്കാരം, ആന, തേര്, കുതിര, ഇങ്ങനെ സർവവും സംഭരിച്ചു കഴിഞ്ഞു അഭിഷേകോത്സവത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പ്രതീക്ഷിക്കുകയാണ് നിർമ്മലമായിട്ടുള്ള രത്ന കിരീടത്തോട് കൂടിയിട്ട് കർണാഭരണങ്ങൾ ഇങ്ങനെ കവിളിലേക്ക് എത്തുന്ന രീതിയിലുള്ള കവിളിൻ്റെ ഒരു ഭംഗി,
അതുപോലെ തന്നെ എന്താണ് താമര ഇതളിന്റെ കണ്ണുകളോട് കൂടിയിട്ടുള്ള ശ്രീരാമചന്ദ്രനെ, അങ്ങനെ ചന്ദ്രമണ്ഡല മുഖമൊക്കെയുള്ള ശ്രീരാമചന്ദ്രനെ, ചന്ദ്രിക പോലുള്ള വാൽപുഞ്ചിരിയുള്ള ശ്രീരാമചന്ദ്രനെ, മുല്ലപ്പൂചിരിയുള്ള ചെമ്പരത്തി ചുണ്ടൊക്കെയുള്ള മഞ്ഞപ്പട്ടൊക്കെ എടുത്തിട്ടുള്ള കൗസ്തുഭവും ഒക്കെ തിരുമാറിൽ എന്താണ് ഇത് മറുകും, അതുപോലെ തന്നെ എന്താണ് നല്ല ഒതുങ്ങിയ ഉദരവും നല്ല പൊന്നരഞ്ഞാണവും മനോഹരമായിട്ടുള്ള ശരീരമൊക്കെയുള്ള മാലയൊക്കെ ഇട്ട് തോളകളൊക്കെ ഇട്ട് കൈവളയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മോതിരമൊക്കെ ഇട്ട് ആനപ്പുറത്ത് എന്താണ് അഭിഷേകത്തിനായിട്ട് വരുന്ന ശ്രീരാമനെ കാത്തുകൊണ്ട് അവിടെ എല്ലാവരും എന്താണ് സൂര്യൻ ഉദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ആ രംഗമാണ് ഇപ്പം നമുക്ക് അയോധ്യയിൽ കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഇവിടെ നേരം പുലർന്നിട്ടും ഇവിടെ ദശരഥ മഹാരാജാവ് അന്തഃപുരത്തിൽ നിന്ന് പുറത്തേക്ക് എഴുന്നള്ളിയില്ല എന്നുള്ള മറ്റൊരവസ്ഥയാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. രാജാവ് ഉണർന്നില്ല. അപ്പോൾ അഭിഷേകം നടക്കേണ്ടതാണ്, ജനങ്ങളൊക്കെ കൂടി നിൽക്കുകയാണ്. അപ്പോൾ സുമന്ത്രരാകെ അത്ഭുതപ്പെട്ടു, എന്ത് പറ്റി, രാജാവ് എൻ്റെ അന്തഃപുരത്തിൽ നിന്നും വന്നില്ല. അങ്ങനെ രാജാവിനെ കാണാൻ വേണ്ടിയിട്ട് സുമന്ത്രത ഇങ്ങനെ അന്തഃപുരത്തിലോട്ട് പോവുകയാണ്. എന്നിട്ട് പറയുന്നത്, സൂര്യവംശജ, രാജരാജ ശ്രേഷ്ഠ, അങ്ങ് വിജയിച്ചാലും അങ്ങനെ പറഞ്ഞുകൊണ്ട് അന്തഃപുരത്തിലോട്ട് പോകുന്ന സമയത്താണ് കാണുന്നത് എന്താണ്, അവിടെ തറയിൽ ഇങ്ങനെ രാജാവ് ഇങ്ങനെ വീണ് കിടക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ആകെ വിഷമിച്ചു. കൈകേയിയോട് ചോദിച്ചു, ഇതെന്താണ് രാജാവ് ഇങ്ങനെ ദുഃഖിതനായിട്ട്, എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ കൈകേയി പറയാണ്, രാജാവ് ഉറങ്ങിയില്ല, രാജാവ് വലിയ അസ്വസ്ഥനാണ്, രാമ എന്ന് ജപിച്ചുകൊണ്ട് നേരം പുലരുകയായിരുന്നു, എന്തെല്ലോ ചിന്തിച്ചിട്ടിരിക്കുകയാണ്, ഉറങ്ങിയിട്ട് ഇല്ല, എന്താണ് വിഷമം, രാമനെ കാണാത്ത വിഷമാണ്, അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് ശ്രീരാമനെ കൂട്ടിക്കൊണ്ടുപോകാമെന്ന് സുമന്ത്രരോട് കൈകേയി പറയുകയാണ്. അപ്പോൾ സുമന്ത്രർ പറയുകയാണ്, ശരി, ഞാൻ കൂട്ടിക്കൊണ്ടുവരാം, പക്ഷേ രാജാവ് ആജ്ഞാപിക്കാതെ ഞാൻ എങ്ങനെയാണ് കൂട്ടിക്കൊണ്ടുവരിക? അപ്പോൾ ദശരഥൻ പറയുകയാണ്, പെട്ടെന്ന് പോയിട്ട് എൻ്റെ മോനെ കൂട്ടിക്കൊണ്ട് എനിക്ക് എൻ്റെ മകനെ കാണണമെന്ന് പറയുകയാണ്. അപ്പോൾ സുമന്ത്രർ പോകുന്നു. അങ്ങനെ ശ്രീരാമനും ലക്ഷ്മണനും കൂടി നേരെ ഇവിടത്തേക്ക് വരികയാണ്. വന്നപാട് തന്നെ അവിടെ ദശരഥൻ്റെ പാദങ്ങളിൽ വീഴുകയാണ്. എന്നിട്ട് എന്താണ്, അപ്പോൾ ദശരഥനെ ആലിംഗനം ചെയ്യാൻ വേണ്ടിയിട്ട് ദശരഥൻ ശ്രീരാമനെ ആലിംഗനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ സാധിക്കുന്നില്ല. അദ്ദേഹം തളർന്ന് വീഴുകയാണ് ചെയ്യുന്നത്. രാമ എന്ന് വിളിച്ചുകൊണ്ട് തളർന്ന് വീഴുന്നു. അപ്പോൾ ആ സമയത്ത് ശ്രീരാമൻ അവിടെ ഇരുന്നിട്ട് അച്ഛനെ എടുത്ത് മടിയിൽ കിടത്തുകയാണ്. എന്നിട്ട് ഇങ്ങനെ വിഷമത്തോടെ നോക്കിയാണ്. അപ്പോൾ ഈ രംഗം കാണുന്ന സമയത്ത് അവിടെയുള്ള അന്തഃപുര ദാസിമാരായിട്ടുള്ള സ്ത്രീകളൊക്കെ ആർത്ത് കരയുകയാണ്, വിലപിക്കുകയാണ്. അപ്പോൾ ഈ ശബ്ദം അങ്ങ് വസിഷ്ഠന്റെ ചെവിയിലേക്ക് എത്തുകയാണ്. അങ്ങനെ വസിഷ്ഠനും അങ്ങോട്ടേക്ക് വരികയാണ്. ശ്രീരാമൻ കൈകേയിയോട് ചോദിക്കുകയാണ്, അച്ഛൻ്റെ സങ്കടത്തിന് കാരണം എന്താണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കൈകേയി പറയുകയാണ്, അച്ഛൻ്റെ ഈ ദുഃഖത്തിന് കാരണം നീയാണ്. മനുഷ്യന്മാർക്ക് സുഖം ദുഃഖത്തിന് കാരണമാവാറുണ്ട്. അതായത് മനുഷ്യരുടെ സുഖം തന്നെ ദുഃഖത്തിന് കാരണമാവാറുണ്ട്. അതുപോലെ എന്താണ്, നീ എന്ന സുഖം ഇവിടെ ഇപ്പോൾ അച്ഛൻ്റെ ദുഃഖത്തിന് കാരണമായിരിക്കുകയാണ്. നീ വിചാരിച്ചാൽ മാത്രമേ ഈ ദുഃഖത്തിൽ നിന്ന് നിവൃത്തി ഉണ്ടാകൂ. നീ ചിലത് ചെയ്യാനുണ്ട് എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുകയാണെന്താണ്, സത്യവാദികളിൽ പ്രമുഖനാണ് അച്ഛൻ. അച്ഛൻ്റെ പ്രതിജ്ഞ നിറവേറ്റാൻ വേണ്ടിയിട്ട് നിനക്കേ സാധിക്കൂ. നീയാണ് മൂത്തവൻ. പണ്ട് എനിക്ക് നിന്റെ അച്ഛൻ 2 വരം തന്നിരുന്നു. അത് എന്താണ്, ഇപ്പം ഞാൻ ആവശ്യപ്പെട്ടു. അത് നീ സഹായിച്ചാൽ മാത്രമേ നടക്കൂ. അത് ഒന്നെന്താണ്, ഒന്ന് നീ കാട്ടിലേക്ക് പോകണം. അത് നീ ഇന്ന് തന്നെ കാട്ടിലേക്ക് പോകണം, ഇനി വൈകിക്കരുത്. ഇത് അച്ഛന് നിന്നോട് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ലജ്ജ. അച്ഛനെന്താണ്, സത്യമാകുന്ന കയർ അച്ഛനെ ബന്ധിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നിന്നോട് അച്ഛനെ പറയാൻ വേണ്ടിയിട്ടുള്ളൊരു ലജ്ജയുണ്ട്. പുത്ത് എന്ന നരകത്തിൽ നിന്നും ത്രാണനം ചെയ്യുന്നവനാണ് പുത്രൻ. അപ്പൊ ആ പുത്രൻ എന്ന വാക്ക് അന്വർത്ഥമാക്കേണ്ടത് നീയാണ്. നീ നല്ല പുത്രനാണെങ്കിൽ നീ അങ്ങനെ ചെയ്യണമെന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീരാമൻ പറയുകയാണ്, അമ്മേ, ഇത്രയും എന്താണ് വിവരിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? ഞാൻ എൻ്റെ ജീവൻ തന്നെ അച്ഛന് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. എനിക്ക് അതിൽ യാതൊരു ദുഃഖവുമില്ല. അച്ഛൻ ആജ്ഞാപിച്ചാൽ മതി. ഇനെന്താണ്, ഞാൻ തീയിൽ ചാടണോ, അല്ല ഞാൻ വിഷം കഴിക്കണോ, ഞാൻ എന്ത് ചെയ്യണമെന്ന് അച്ഛൻ ആജ്ഞാപിച്ചാൽ ഞാൻ ചെയ്യുന്നതിലേ ഉള്ളൂ. ഹിതമറിഞ്ഞ്, അതായത് അച്ഛൻ്റെ ഹിതമറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാണ് ഉത്തമനായിട്ടുള്ള പുത്രൻ. അച്ഛൻ പറഞ്ഞിട്ട് പ്രവർത്തിക്കുന്നവൻ മധ്യമനായിട്ടുള്ള പുത്രനാണ്. അച്ഛൻ പറഞ്ഞിട്ടും ചെയ്യാത്തവനാണ് അധമനായിട്ടുള്ള പുത്രൻ. അച്ഛനും അമ്മയും പറഞ്ഞത് കേൾക്കാത്തവര് എന്താണ്, അച്ഛൻ്റെ അമ്മയുടെ മലം എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ എന്താണ്, അച്ഛൻ്റെ നിർദ്ദേശം അതെന്താണെങ്കിലും ഞാൻ അനുസരിക്കും, അത് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമദേവൻ അവിടെ സത്യം ചെയ്യുകയാണ്. അപ്പോൾ കൈകേയി പറയുകയാണ്, എന്താണ്, ഭരതനെ രാജാവാക്കണം, നീ 14 വർഷം കാട്ടിൽ പോകണം, അത് അച്ഛനെ നിന്നോട് പറയാൻ വേണ്ടിയിട്ട് മടിയാണ് പറഞ്ഞു. ശ്രീരാമൻ പറയുകയാണ്, എന്തിനാണ് ഈ ദുഃഖം, ഞാൻ അതിനൊക്കെ തയ്യാറാണ്. എന്താണ്, ഭരണം എന്ന് പറയുന്നത് ഒരു പ്രയാസമുള്ളൊരു കാര്യമാണ്. എനിക്ക് ഭരിക്കാൻ അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അച്ഛൻ എനിക്ക് ദണ്ഡകവനം തരികയാണെങ്കിൽ
അതാണ് നല്ലത്. കാരണം അവിടെ എനിക്ക് എൻ്റെ ശരീരം മാത്രം ഭരിച്ചാൽ മതിയല്ലോ. ഇവിടെയാണെങ്കിലും ഞാൻ ഈ രാജ്യം തന്നെ ഭരിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യം ഭരിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള പ്രവൃത്തിയാണ്, എനിക്കത് താല്പര്യവുമില്ല. അപ്പോൾ അച്ഛൻ എന്നോട് ആജ്ഞാപിച്ചു കഴിഞ്ഞാൽ ഞാനത് ചെയ്യും. അമ്മ എന്നോട് പറഞ്ഞാലും മതി. അമ്മ എന്നോട് സ്നേഹം കൊണ്ടാണ് ഇത് പറയുന്നത് എനിക്കറിയാം. കാരണം ഞാൻ ഇങ്ങനെയുള്ള പ്രയാസപ്പെട്ട ജോലി ചെയ്യണ്ടല്ലോ, ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ കാട്ടിൽ ജീവിക്കും. അപ്പോൾ അമ്മ എന്നോട് സ്നേഹം കൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് എനിക്കറിയാം. പണ്ട് ഇതേ നമ്മുടെ വംശത്തിലെ തന്നെ ഭഗീരഥൻ ആകാശഗംഗയെ പാതാളത്തിലേക്ക് കൊണ്ടുവന്ന് പിതൃക്കരെയൊക്കെ തൃപ്തരാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുരൂർ രാജാവ് തൻ്റെ യൗവനം അച്ഛന് കൊടുത്തിട്ട് അച്ഛൻ്റെ ജരാനരകൾ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവരൊക്കെ അതുകൊണ്ടാണല്ലോ ദിവ്യന്മാരായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇത്രയൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഞാൻ ചെയ്യുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് നിസ്സാരമാണ്, ഞാനിത് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാണ് എന്ന് ഇവിടെ ശ്രീരാമൻ പറയുകയാണ്. അപ്പൊ ആ സമയത്ത് ദശരഥൻ പറയുകയാണ്, ദശരഥൻ ശ്രീരാമനോട് പറയുകയാണ്, ഞാൻ സ്ത്രീജിതനാണ്, ഞാൻ കാമാസക്തനാണ്, ഞാൻ രാജാക്കന്മാരിൽ അധമനാണ്. അതുകൊണ്ട് നീ എന്നെ ബന്ധിക്കുക, നീ എന്നെ ബന്ധിച്ചിട്ട് നീ രാജാവാകുക. അതുകൊണ്ട് നിനക്ക് ഒരു പേരുദോഷവും ഉണ്ടാകില്ല. മാത്രമല്ല അല്ലെങ്കിൽ സത്യലംഘനമാണ് ഉണ്ടാകുന്നത്, ഞാൻ സത്യം ലംഘിച്ചു എന്നുള്ള രീതിയിലാണ് വരിക. അതുകൊണ്ട് നീ അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ദശരഥൻ വീണ്ടും കരയുകയാണ്. എന്നിട്ട് പറയാണ്, രാമ ലോകനാഥ, എൻ്റെ ജീവനെ നിന്നെ പിരിഞ്ഞിട്ട് ഞാൻ എങ്ങനെ ജീവിക്കും? എന്നെ പിരിഞ്ഞിട്ട് നിനക്ക് എങ്ങനെ കാട്ടിലേക്ക് പോകാൻ വേണ്ടി കഴിയും? അങ്ങനെ കരയുകയും രാമനെ ആലിംഗനം ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണ്. ആ സമയത്ത് രാമൻ കുറച്ച് വെള്ളമൊക്കെ കൊണ്ടുവന്ന് മുഖത്തൊക്കെ തടവിയിട്ട് അച്ഛനെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ്. എന്നിട്ട് ശ്രീരാമൻ പറയുകയാണ്, അച്ഛാ, എന്തിനാണ് ഈ ദുഃഖം, എന്തിനാണ് ഈ പ്രയാസം? അച്ഛൻ അമ്മയ്ക്ക് കൊടുത്ത 2 വരങ്ങൾ, ആ 2 വരങ്ങൾ ഞാൻ നിറവേറ്റാൻ വേണ്ടി തയ്യാറാണ്. സത്യം പാലിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ശക്തിയുണ്ട്. അച്ഛൻ്റെ സത്യം പാലിക്കാൻ ഞങ്ങൾക്ക് ശക്തിയുണ്ട്. അതുകൊണ്ട് ഭരതൻ ഇവിടെ ഇരിക്കട്ടെ, ഞാൻ കാട്ടിലോട്ട് പോകാം. കാട്ടിൽ തന്നെയാണ് സുഖം. അത് നല്ല കർമ്മമാണ് അമ്മ എനിക്ക് തന്നത്. എനിക്കതിൽ യാതൊരു ദുഃഖമില്ല, എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാൻ കാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ കൗസല്യാദേവിയുടെ അടുത്തോട്ട് അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് ഞാൻ അമ്മയെയും സീതയെയും കണ്ടിട്ട് ഞാൻ വേഗം വരാം, വന്നിട്ട് ഞാൻ കാട്ടിലേക്ക് പോകാമെന്ന് പോകുന്ന സമയത്ത് കയ്യുകയോടുകൂടി പറയുകയാണ്. അങ്ങനെ ശ്രീരാമദേവൻ നേരെ കൗസല്യാദേവിയുടെ അടുത്ത് വരുന്ന സമയത്ത് കൗസല്യാദേവി തലേ ദിവസം മുതലേ പ്രാർത്ഥനയിലും ഹോമത്തിലും പൂജയിലൊക്കെയാണ്. ഇവിടെ ശ്രീരാമൻ വന്നതുപോലും കാണുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. സുമിത്രയാണ് പറയുന്നത്, ഇതാ രാമൻ വന്ന് മുന്നിൽ നിൽക്കുന്നു, നീ എന്നെ കാണുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കൗസല്യ വളരെ സന്തോഷത്തോടു കൂടി അവിടെ ദാനമൊക്കെ ചെയ്യുകയാണ്. കാരണം രാമൻ രാജാവാകാൻ പോവുകയാണ്. സ്നേഹത്തോടു കൂടി രാമനെ പുണർന്നിട്ട് മടിയിലിരുത്തുകയാണ്. അപ്പോൾ ശ്രീരാമന്റെ മുഖം കാണുന്ന സമയത്ത് മുഖത്തൊരു വിഷമം. എന്നിട്ട് ചോദിക്കുകയാണ്, നിന്റെ മുഖം എന്തേ വളരെ വാടിയിട്ടുണ്ടല്ലോ, നീ എന്തെങ്കിലും കുറച്ച് ആഹാരം കഴിക്കുക, ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണ്, അത് നീ എന്തെങ്കിലും കുറച്ച് കഴിക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീരാമൻ പറയുകയാണ്, ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ, ക്ഷിപ്രമരണ്യവാസത്തിന് പോകണം. മുൽപ്പാട് കേകയാ പുത്രിയാം അമ്മയ്ക്ക് മൽപിതാവുണ്ട് 2 വരം കൊടുത്തിട്ട് എന്ന് പറയുകയാണ്. ഒന്ന് ഭരതനെ വാഴിക്കാം, പിന്നെ മറ്റേത് രാമനെ വനത്തിലേക്ക് അയക്കുക എന്നുള്ളതാണ് മറ്റേത്. അപ്പോൾ ഈ കാര്യം ഇവിടെ ശ്രീരാമൻ പറയുന്ന സമയത്താണ് ഇവിടെ കൗസല്യ അറിയുന്നത്. ഇപ്പൊ കഴിക്കാൻ അവസരമില്ല, ഇപ്പൊ കഴിക്കാനും സമയമില്ല. കാരണം എനിക്ക് പെട്ടെന്ന് ആരണ്യവാസത്തിന് പോകണം. രാജാവ് അമ്മയ്ക്ക് കേകയപുത്രിയായിട്ടുള്ള അമ്മയ്ക്ക് 2 വരം കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഭരതനെ രാജാവാക്കണം, ഒന്ന് ഞാൻ കാട്ടിൽ പോകണം. അതുകൊണ്ട് ഇപ്പം തന്നെ പോകാൻ വേണ്ടി ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതും ഇവിടെ കൗസല്യ ബോധം കെട്ട് വീഴുകയാണ്. ബോധം ഉണർന്ന സമയത്ത് പറയുകയാണ്, എന്നെയും കൂട്ടിയിട്ട് കൊണ്ടുപോകണം കാട്ടിലേക്ക്, ഞാനും വരുന്ന കാട്ടിലേക്ക്. ഇല്ലെങ്കിൽ ഞാൻ കാലപുരിക്ക് പോകും, ഞാനിവിടെ മരിക്കും. കുട്ടിയെ വിട്ടിട്ട് പശു എങ്ങനെയാണ് ജീവിക്കുക എന്ന് ചോദിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ നിന്റെ കൂടെ വരും. എന്നിട്ട് കൗസല്യ പറയുകയാണ്, ഭരതന് നാട് കൊടുക്കുകയാണെങ്കിൽ, രാജാവാക്കുകയാണെങ്കിൽ അതിൽ പ്രശ്നമില്ല, എനിക്ക് പ്രശ്നമില്ല. പക്ഷെ എൻ്റെ മകൻ എന്തിന് കാട്ടിലേക്ക് പോകണം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീരാമൻ ഇവിടെ പറയുകയാണ്, ഞാൻ പോകാൻ തയ്യാറാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ കൗസല്യ പറയുകയാണ്, അച്ഛൻ നിന്നോട് കാട്ടിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയായിട്ടുള്ള ഞാൻ പറയുന്നു നീ കാട്ടിലേക്ക് പോകരുത്. അച്ഛനും അമ്മയും തുല്യമല്ലേ. അപ്പം അച്ഛൻ പറഞ്ഞത് അനുസരിക്കുകയാണെങ്കിൽ അമ്മ പറയുന്നത് കൂടി നീ അനുസരിക്കേണ്ടേ എന്ന് പറയുകയാണ്. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ മരിക്കും, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മനുവംശം തന്നെ മുടിയും എന്ന് പറയുകയാണ്. അപ്പോൾ കൗസല്യയുടെ ഈ വാക്കൊക്കെ കേൾക്കുന്ന സമയത്ത് ശ്രീരാമന് പ്രത്യേകിച്ച് ഭാവമാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷെ ഇവിടെ ഭാവമാറ്റം ഉണ്ടാകുന്നതായിരിക്കാണ് ലക്ഷ്മണനാണ്.
അപ്പോൾ ഇതൊക്കെ കേട്ട സമയത്ത് ലക്ഷ്മണൻ ഇങ്ങനെ കോപാക്രാന്തനാവുകയാണ്. ലക്ഷ്മണൻ ഇങ്ങനെ എന്താണ് ദുഃഖവും കോപവും ഒക്കെ ഒന്നിച്ചു വന്ന് കണ്ണുകളൊക്കെ ഇങ്ങനെ നിറയുകയാണ്. ആ കണ്ണുകൾ നിറയുന്ന സമയത്ത് കണ്ണിലൊക്കെ എന്താണ് തീ പടരുന്നത് പോലെയാണ് തോന്നുന്നത്. അപ്പോൾ ലോകം തന്നെ ദഹിക്കുമെന്നുള്ള രീതിയിൽ അവിടെ ലക്ഷ്മണൻ ഇങ്ങനെ ക്രുദ്ധനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് പെട്ടെന്ന് ശ്രീരാമൻ കണ്ട സമയത്ത് ശ്രീരാമൻ വളരെ എന്താണ് സ്നേഹത്തോടു കൂടി വാത്സല്യത്തോടു കൂടിയിട്ട് ലക്ഷ്മണന്റെ അടുത്തോട്ട് പോവുകയാണ്. എന്നിട്ട് ലക്ഷ്മണനോട് എന്താണ് ലക്ഷ്മണൻ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. പക്ഷേ ശ്രീരാമന് വരുന്നതൊന്നും ലക്ഷ്മണൻ കാണുന്നില്ല. ലക്ഷ്മണൻ ആകെ കോപാക്രാന്തനായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ലക്ഷ്മണൻ അവിടുന്ന് പറയാണ് എന്താണ് ആകുലം എന്തിന് കാരണമുണ്ടാവാനും ഭ്രാന്ത ചിത്തം ജഡം വൃദ്ധം വധൂചിതം എന്ന് പറയുകയാണ്. അതായത് എന്തിനാണ് ഈ വിഷമം? കാരണം എന്താണ് ഭ്രാന്തചിത്താണ്, അച്ഛന്റെ ഭ്രാന്തമായിട്ടുള്ള മനസ്സാണ്, മൂഢനാണ്, എന്താണ് വയസ്സായിട്ട് എന്താണ് കാണിക്കുന്നത് മുഴുവൻ എന്താണ് തോന്യാസാണ് എന്നുള്ള രീതിയിൽ ഇവിടെ ലക്ഷ്മണൻ ഇങ്ങനെ വളരെ കോപത്തോടു കൂടി പറയുകയാണ്. മൂഢനാണ്, വൃദ്ധനാണ്, പെൺകോന്തനാണ്, ശാന്തനല്ല അദ്ദേഹം എന്ന് പറയുകയാണ്. ഒരു ലജ്ജയുമില്ല, വഞ്ചകപ്രിയനാണ്, വഞ്ചകന്മാരുടെ കൂടെയാണ് അദ്ദേഹം ഉള്ളത്. അതുകൊണ്ട് പിടിച്ചു കെട്ടിയിട്ട് ഞാൻ ശത്രുക്കളെ മുഴുവൻ കൊന്നിട്ട് ഞാൻ അഭിഷേകം നടത്തും എന്നുള്ള രീതിയിൽ ലക്ഷ്മണൻ അങ്ങനെ ക്രുദ്ധനായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് കൗസല്യോട് പറയാണ് അമ്മ ഒരു തരത്തിലും വിഷമിക്കേണ്ട ആവശ്യമില്ല, അതിനൊക്കെയുള്ള ശക്തി ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയുള്ള ശക്തി എനിക്കുണ്ട്. എന്നിട്ട് പറയുകയാണെന്താണ് കാര്യമില്ലാത്തത് ചെയ്യുന്നത് ആചാര്യനാണെങ്കിൽ പോലും ശാസനം ചെയ്യുക തന്നെ വേണമെന്ന് പറയുകയാണ്. അതായത് കാര്യമില്ലാത്ത കാര്യമാണ് ചെയ്യുന്നത് എങ്കിൽ അതെന്താണ് ഇത് വലിയ ആചാര്യനാണെങ്കിൽ പോലും എന്താണ് അവിടെ നമ്മൾ ശാസനം ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് ലക്ഷ്മണൻ അവിടെ ഒരു തത്വം പറയുകയാണ്. അപ്പോൾ ഈ ലക്ഷ്മണന്റെ കോപം കാണുന്ന സമയത്ത് എന്താണ് 3 ലോകങ്ങൾ ഇപ്പൊ നശിക്കുന്ന രീതിയിലാണ് ലക്ഷ്മണന്റെ കോപം. അങ്ങനെ 3 ലോകങ്ങൾ ദഹിപ്പിക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ് ലക്ഷ്മണൻ. ശ്രീരാമൻ പുഞ്ചിരിയോടുകൂടി ലക്ഷ്മണനെ കെട്ടിപ്പുണർന്നു. എന്നിട്ട് ശ്രീരാമൻ എന്താണ് കെട്ടിപ്പുണർന്നിട്ട് ഇങ്ങനെ മാറോട് ചേർത്തിട്ട് ആശ്വസിപ്പിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ പാരായണത്തിന്റെ ഭാഗം ഇവിടെ തീരുന്നത്. ഇവിടെ നമുക്കെന്താണ് ഈ ഭാഗങ്ങൾ വായിച്ച സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ നമുക്കെന്താണ് എത്ര നല്ല മനുഷ്യരാണെങ്കിലും ദുർജന സംസർഗം അവരുടെ പേരിനെ കൂടി മോശമാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇവിടെ കൈകേയി എന്നുള്ള ഒരു നല്ല ഉത്തമയായിട്ടുള്ള സ്ത്രീയെ എന്താണ് ഈ കൈകേയിക്ക് വരം പോലും ഓർമ്മയുണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ മന്ദര വന്നിട്ടാണ് ഈ നല്ലവളായിട്ടുള്ള സ്ത്രീയെ കൂടി എന്താണ് മോശമാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അതേപോലെ തന്നെ എന്താണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ദശരഥനിൽ നിന്ന് അറിയേണ്ട കാര്യമായിരുന്നു കൈകേയി. പക്ഷെ അത് ദശരഥനിൽ നിന്ന് അറിഞ്ഞില്ല. നാട്ടുകാരെടുക്കുന്ന ദാസി അറിഞ്ഞ് വന്ന് പറഞ്ഞ് ആ ദാസിക്ക് അതിനെ മാറ്റി മറിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ നമുക്കെന്താണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ശരിക്കും എന്താണ് രാമായണ പാരായണം ചെയ്യുന്ന സമയത്ത് ഇവിടെ ആത്മീയ തത്വം ആധ്യാത്മിക തത്വത്തിന്റെ ഒപ്പം തന്നെ എന്താണ് നമുക്ക് നമ്മുടെ വൈയക്തികമായിട്ടുള്ള കുടുംബമായിട്ടുള്ള കുറെ കാര്യങ്ങൾ സാമൂഹ്യമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇതിലൂടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്തേ.